കർക്കിടകം 4 നമ്മൾ 4ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് സീതാ സ്വയംവരത്തിനെ കുറിച്ചാണ്. ബാല്യവും കൗമാരവും കടന്ന് വിവാഹിതരാവാൻ പോകുന്ന രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. അതുമായിട്ട് തന്നെ ഒരു സീതാ സ്വയംവരത്തിലെ ആദ്യ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആചാര്യനോട് അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. തുടങ്ങുന്ന ഇങ്ങനെ: വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഇവണ്ണം അരുൾ ചെയ്താൽ ബാലകന്മാരെ പോക മിഥിലാപുരിക്ക് എന്നാ പറയുന്നത്. മിഥിലാപുരിക്ക് പോകാൻ ബാലകന്മാരെ പ്രേരിപ്പിക്കുന്നതാണ് സീതാ സ്വയംവരത്തിന്റെ തുടക്കം, അല്ലെ? അവിടെ ദശരഥനില്ല, ഗുരുവാണ് അവരെ മിഥിലാപുരിക്ക്, സീതയുടെ അടുത്തേക്ക് നയിക്കുന്നത്. ഈ സീതാ സ്വയംവരത്തിൽ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് ആദ്യം വിശകലനം ചെയ്യാം. സജ്ജനങ്ങളെ, നമുക്ക് ഇന്ന് ഈ ഭാഗം വളരെ ലഘുവായിട്ടൊന്ന് പരാമർശിക്കാം. ഇവിടെ ചോദിച്ചതുപോലെ സീതാ സ്വയംവരം രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വിശ്വാമിത്രന്റെ യാഗരക്ഷ കഴിഞ്ഞിട്ടാണ് സീതാ സ്വയംവരം. യാഗരക്ഷ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വിശ്വാമിത്രൻ ബാലകന്മാരെ പോക മിഥിലാപുരിക്ക് നാം കാലവും വ്യഥ കളഞ്ഞിടുകരുതല്ലോ, ഇങ്ങനെയാണ്. അപ്പോൾ ബാലകന്മാരെ പോക മിഥിലാപുരിക്ക് നാം കാലവും വൃഥാ കളഞ്ഞിടുകരുതല്ലോ, കാലം കളയേണ്ടതില്ല, ഇനി നമുക്ക് മിഥിലാപുരിയിലേക്ക് പോകും. അതൊക്കെ അദ്ദേഹം നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. വിശ്വാമിത്രൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, രാമലക്ഷ്മണന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, അത് ജനകന്റെ പുത്രിമാരെ തന്നെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇതിഹാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ, അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു സംസ്കാരമാണ്. വൈദിക സിദ്ധാന്ത പ്രകാരം അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മ വിശ്വാസികൾക്ക് വിവാഹം ഒരു സംസ്കാരമാണ്. അങ്ങനെ പറയുന്നത് സംസ്കാരം. 16 സംസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് വിവാഹം. അപ്പോൾ അതിവിടെ നമ്മൾ സ്മരിക്കണം. ഇന്ന് വിവാഹം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സംഭവം പോലെയാണ്, ഒരു ആഘോഷ പരിപാടി മാത്രമായിട്ടാണ്, ചടങ്ങ് പോലെയൊക്കെ എല്ലാവരും നടത്തുന്നത് മാത്രമേ ഉള്ളൂ. വിവാഹത്തിനൊരു ചടങ്ങ് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു ആഘോഷിക്കാനുള്ള ഒരു സംഭവം മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിശ്വാമിത്രനാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം, ദശരഥനല്ല. അപ്പോൾ വിവാഹം, ഈ ദശരഥന്റെ പുത്രന്മാരുടെ വിവാഹം നടത്താനുള്ള അധികാരം വിശ്വാമിത്രൻ എന്ന ആചാര്യനുണ്ട്. അതാ വൈദിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ വൈദിക ധർമ്മം, വൈദിക കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക ധർമാനുയായികളുടെ ഒരു പ്രത്യേകതയാണ്. ആചാര്യനാണ് വിവാഹം തീരുമാനിക്കുന്നത്. ഗുരുകുലങ്ങളിൽ പഠിച്ചിറങ്ങുന്ന ഗുരുകുലങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വിവാഹം തീരുമാനിച്ചിരുന്നത് അവർക്ക് ഉചിതമായ രീതിയിൽ അവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും തിരഞ്ഞെടുക്കുന്നത് ആചാര്യന്മാരായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഇന്നുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം ആചാര്യന്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ടായിരുന്നു. കാരണം ഈ തന്റെ കുട്ടികള് ഗൃഹസ്ഥാശ്രമ ജീവിതം എടുത്ത് വളരെ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ധർമ്മമൊക്കെ ആചരിച്ച് പുരുഷാർത്ഥങ്ങളൊക്കെ ആചരിച്ച് ജീവിക്കണം എന്ന ഒരു തീരുമാനം ആചാര്യന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം. നമ്മളത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് വിശ്വാമിത്രൻ അങ്ങനെ പറഞ്ഞു? ദശരഥന് പോലും തീരുമാനിച്ചിട്ടില്ല, ദശരഥന്റെ മനസ്സിൽ പോലും തീരുമാനമില്ല. കാരണം ഇദ്ദേഹത്തിന് അറിയാം ഇവരെ അതിന് പാകമായിട്ടുണ്ട്. അതുകൊണ്ട് ആണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ഈ 4 പേരെയും അതിന് നമ്മൾ പറയില്ലേ, കൗസല്യ സുപ്രജ രാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദ്ധൂല കർത്തവ്യം ദൈവമാനികം എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് സുപ്രഭാതത്തില്. കൗസല്യ സുപ്രജ രാമ, കൗസല്യയുടെ സുപ്രജയാണ്, നല്ല പ്രജ, സുപ്രജ എന്ന് വെച്ചാൽ മക്കളൊക്കെ അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. സുപ്രജയായിരിക്കണം. എന്നാലേ അതാണ് പ്രജ. പ്രജ എന്ന് പറയുന്നത് പ്രകർഷണ ജായതേ. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മക്കളും സുപ്രജയായിരിക്കണം. അതുകൊണ്ടാണ് സുപ്രജ രാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദ്ധൂല. അത്രമാത്രം ഇതാണ് ആ ഒരു എന്താ പറയുന്ന ഒരു ശക്തിവിശേഷമാണ് അവർക്കുള്ളത്. അതുകൊണ്ട്
നീ ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം അതാണ്. നമ്മൾ സുപ്രഭാതം കേൾക്കുമ്പോൾ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്യകം. കർത്തവ്യത്തിൽ നിന്നൊരിക്കലും ഈ പറയുന്ന പോലെ പിന്മാറരുത്. അപ്പൊ കർത്തവ്യമാണ് ജീവിതം. അപ്പൊ നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അത് വരണം. അപ്പൊ രാമലക്ഷ്മണന്മാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പറയുന്ന ജനകന്റെ അടുത്തേക്ക്. അവിടെയാണ് ഈ പറയുന്ന ഇവരുടെ വിവാഹവേദി എന്ന് പറയുന്നത്, വിവാഹം നടത്തുന്നത്. മഹാദേവ ചാപം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ, മഹാദേവ ചാപം. കാരണം അതൊരു പരീക്ഷണമാണ്. ഇപ്പൊ ശൈവചാപം, ഇപ്പൊ ജനകൻ തന്റെ പുത്രിയെ ഉത്തമനായ ഒരു പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ അവിടെ ചില പരീക്ഷണമെല്ലാം ഉണ്ട്. സത്യത്തിൽ വിവാഹം ഒരു പരീക്ഷണം തന്നെയാണ്. വിവാഹത്തിൽ തന്നെയുണ്ട് ഒരു പരീക്ഷണം. ഇപ്പോഴും ആ പ്രാപ്തിയാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരന്റെ പ്രാപ്തിയാണ് ശരിക്കും അവിടെ നോക്കുന്നത്. ഇപ്പൊ ജനകന് തന്റെ പുത്രിയായ സീതയെ വിവാഹം കഴിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അവൻ പ്രാപ്തനാണോ എന്ന് നോക്കണം. അതിനുള്ള പ്രാപ്തി ഈ ക്ഷത്രിയകുമാരനുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ടാണ് അവിടെ ശൈവചാപം എന്നുള്ള ഒരു പരീക്ഷണം വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ സാധാരണ വില്ലൊടിച്ചു, സീതയെ വരിച്ചു, രാമപാഹിമാവെന്ന് നമ്മൾ ഭക്തന്മാർ പാടും. അപ്പോൾ ശൈവചാപം ഖണ്ഡിച്ചു. ആ ശൈവചാപം ഖണ്ഡിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അത്രമാത്രം ശാസ്ത്രാത്മകമായി ഉയർന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ വൈദിക സിദ്ധാന്തത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും യജ്ഞത്തിലും പ്രവചനത്തിലും ശാസ്ത്രാർത്ഥത്തിലും അധിഷ്ഠിതമാണ്. അപ്പോൾ നമ്മുടെ ഇത് രാമന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ആ രാമന്റെ ശൈവചാപം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശങ്കരാചാര്യാദി ഗുരുക്കന്മാരൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഇതുപോലെ ശാസ്ത്രാർത്ഥത്തിലൂടെ ഇതുപോലുള്ള പല ശൈവ ചാപങ്ങളെ ഖണ്ഡിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ. ഇപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ സനാതന മൂല്യങ്ങളെ ഇവരൊക്കെ സംരക്ഷിച്ചത് ശാസ്ത്രാർത്ഥത്തിലൂടെയാണ്. അത് ഓർമ്മിക്കണം. ഒരു കഥ എന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ ഇത് ശരിയാണ്. ക്ഷത്രിയന്റെ മത്സരം. കാരണം ക്ഷത്രിയരൊക്കെ ധനുർവേദത്തിൽ പറയുന്ന പോലെ അറിവ് നേടിയവരാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ശക്തിയുണ്ട്, പരാക്രമമുണ്ട്, വീര്യമുണ്ട്, ശൗര്യമുണ്ട്. അപ്പൊ അവിടെ പറയുമ്പോൾ നമ്മൾ ഇദ്ദേഹം ശൈവചാപം ഖണ്ഡിച്ചാൽ മാത്രമേ, ഈ ശൈവചാപം ഖണ്ഡിച്ചെങ്കിൽ മാത്രമേ എൻ്റെ പുത്രി വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ അത് ശരിയാണ്. പക്ഷേ നമ്മുടെ വൈദിക പാരമ്പര്യം അനുസരിച്ച്, വൈദിക സിദ്ധാന്തം അനുസരിച്ച് ഓരോരുത്തരും ശാസ്ത്രാർത്ഥത്തിൽ അവന്റെ നൈപുണ്യം കാണിച്ചിരിക്കുന്നു. ടെസ്റ്റാണത്. ആ ശാസ്ത്രാർത്ഥം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇന്ന് പല ആളുകളും പറയും, പല മതങ്ങളും നമ്മളോട് തർക്കിക്കുമ്പോൾ നമ്മളെ ആളുകൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം എന്താണ്? നമ്മുടെ മതത്തെ പറ്റി നമുക്കറിവില്ല. ഒരു ശ്ലോകം എടുത്തിട്ട് നിങ്ങളുടെ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലാവിട്ടില്ല. കാരണം എന്താണ്? ഗീത എന്താണ്, അല്ലെങ്കിൽ വേദം എന്താണ്, അല്ലെങ്കിൽ പുരാണങ്ങൾ എന്താണ്, അതിന്റെ ഭാഷ്യങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ് ശാസ്ത്രാർത്ഥ രീതി അവതരിപ്പിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്കറിവില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്നത് പോലെ കണ്ണുപിടിച്ചു പോകുന്നത്. ഇവിടെ നമ്മൾ വിവക്ഷിക്കുന്നതിൽ ഒരു തെറ്റാണോ പറ്റുന്നത്? ഓരോ ഇൻസിഡന്റും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ മഹാദേവ ചാപം ഖണ്ഡിച്ചു എന്ന് പറയുന്നത്, മഹാദേവ ചാപം ഖണ്ഡിച്ചു എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയെ ശ്രീരാമൻ അതിജീവിക്കാനുള്ള പ്രാപ്തി നേടണം. നേടിയില്ലെങ്കിൽ അവൻ ഭരണാധികാരി ആവില്ല. ഇപ്പൊ വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്നത് അയോധ്യ രാമനാണ്, സാർവഭൗമ ചക്രവർത്തിയാണ്. അപ്പൊ ആ കാലഘട്ടത്തിലെ സാർവഭൗമ ചക്രവർത്തി എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ, അതാണ് സാർവഭൗമത്വം, ലോകം മുഴുവൻ അവരുടെ കീഴിലായിരുന്നു ആ ഒരു കാലഘട്ടത്തില്, ത്രേതായുഗത്തില്. അപ്പൊ ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ സ്വന്തം കീഴിലാക്കിയിട്ടുള്ള ദശരഥന്റെ പുത്രനാണ്. അപ്പൊ ദശരഥൻ സാർവഭൗമനാണ്. ഇന്ദ്രാദികളൊക്കെ അദ്ദേഹത്തെ വന്ദിക്കുന്നു. കാരണം എല്ലാവരുടെയും സംരക്ഷണം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ദേവലോകവും വാനരലോകവും എല്ലാ ലോകവും ഇന്ദ്രലോകവും എല്ലാം. അപ്പൊ ഇതെല്ലാം അവരുടെ കീഴിലായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് വരുന്ന ഒരു കുമാരന് ആ ഒരു പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മൾ ആ ഒരു കഥയിലൂടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ധനുർവേദത്തിലും വേദത്തിലും ശാസ്ത്രത്തിലും പാണ്ഡിത്യം രാമൻ ആർജിച്ചിരുന്നു, വളരെ ചെറുപ്രായത്തിൽ തന്നെ എന്നർത്ഥം. അങ്ങനെ ആ പരീക്ഷണം, ജനകന്റെ പരീക്ഷണത്തെ അതിജീവിച്ചപ്പോഴാണ് സീതാദേവിയെ രാമന് ഭാര്യയാക്കാൻ കഴിഞ്ഞത്. അപ്പൊ രാമനും സീതയാണ് എന്താണ്? രാമനും സീതയാണ് ഭർത്താവായി വരേണ്ടത്. കാരണം സീത എന്ന് പറയുന്നത് സാധാരണ ഒരു പെൺകുട്ടിയല്ല. സീത ശരിക്കും പറഞ്ഞാൽ ധർമ്മസ്വരൂപിണിയാണ്. ആ സീതയുടെ ജീവിതത്തിൽ അവസാനം വരെ ആ സീത നടത്തിയ ധർമ്മസമരം നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ്? രാക്ഷസ പ്രഭുത്വത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് ധർമ്മസമരം നടത്തിയ ധീരവനിതയാണ് സീത. രാവണൻ സീതയെ മോഷിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ രാവണത്വത്തെ അല്ലെങ്കിൽ രാക്ഷസ പ്രഭുത്വത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി
അവസാനം വരെ രാവണോടൊപ്പം നിന്ന് ധർമ്മസമരം നടത്തിയ ധീരവനിതയാണ് സീത. സീതയെ പോലുള്ളവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് മാത്രമേ കാണുള്ളൂ. കാരണം അത് സാധിക്കില്ല. കാരണം അത്രമാത്രം എന്താ പറയുന്നത്, ശരിക്കും അതുകൊണ്ടാണ് സീതയെ മൂലപ്രകൃതി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാതാവായിട്ടൊക്കെ വിവക്ഷിക്കാൻ കാരണം. അപ്പൊ അങ്ങനെയുള്ള സീതയാണ് രാമന്റെ ഭാര്യയായി തീരുന്നത്. അപ്പൊ ആ സ്വയംവരം എന്ന് പറയുന്നത് വാസ്തവത്തില് സ്വയം വരിക്കലാണ്. ഈ സ്വയംവരം എന്ന് പറയുന്ന സംസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സ്വയം വരിക്കുകയാണ്. ഒരു സ്ത്രീ പുരുഷനെ സ്വയം വരിക്കുന്നു, അതാണ് സ്വയംവരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വയം വരിക്കണമെങ്കിൽ ആ സ്ത്രീക്കും അതനുസരിച്ചുള്ള പ്രാഗൽഭ്യം ഉണ്ട്, അല്ലെങ്കിൽ പാണ്ഡിത്യമുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ടായിരിക്കും. അതാണ് ആ നമ്മളിവിടെ പറയുന്നുണ്ടോ, എന്താണ് പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. പാണിഗ്രഹണ മന്ത്രം. പക്ഷെ പാണിഗ്രഹണത്തിന് ഇന്ന് മന്ത്രം ഉണ്ടോ എന്നാണ് സംശയം. പാണിഗ്രഹണം ഒരു മന്ത്രമാണ്, അല്ല വിവാഹം എന്ന് പറഞ്ഞാൽ പാണിഗ്രഹണമാണ്. അപ്പോൾ ആ പാണിഗ്രഹണ മന്ത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ശാസ്ത്രീയമാണ്. പ്രാണാവസാന കാലം വരെ ഓർക്കണം. ജീവിതം പോകുന്നത് വരെ ഓരോരുത്തരും ആ പാണിഗ്രഹണ മന്ത്രത്തെ ഓർമ്മിക്കണമെന്ന് അർത്ഥം. പരിശുദ്ധമാണ്. അതാ മന്ത്രം എന്താണ്? ഗർഭാമതേ സൗഭഗത്വമായ ഹസ്തം, അതാണ് മന്ത്രം. സൗഭാഗ്യത്തിനായിട്ട് ഞാൻ ഈ ഹസ്തം ഗർഭാമി ഇങ്ങനെ ഗ്രഹിക്കുന്നു എന്നാണ്. അത് മന്ത്രമാണ്, മന്ത്രമുണ്ട്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ചടങ്ങുകളല്ല. അപ്പോ ഗർഭാമിതയെ സൗഭഗത്വമായ ഹസ്തം, ഈ ഹസ്തം ഞാൻ ഗ്രഹിക്കുന്നത് സൗഭാഗ്യത്തിനായിട്ടാണ്. ആ സൗഭാഗ്യമാണ് ജീവിതം, അത് തന്നെയാണ് കുടുംബം, അത് തന്നെയാണ് എല്ലാം. അപ്പൊ അങ്ങനെ ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലം വരെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ വരേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചുരുക്കി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സംസ്കാരത്തിൽ പറയുമ്പോൾ ആ സംസ്കാരം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവൈകവേദ്യമായി തീരുന്നത്. അതാണ് എല്ലാ വേദങ്ങളിലും എല്ലാ പുരാണങ്ങളിലും എല്ലാ തത്വങ്ങളിലും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സീത സ്വയംവരം എന്ന ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പാണിഗ്രഹണത്തിനെ എങ്ങനെയാണ് വിവക്ഷിച്ചിരിക്കുന്നത്, കൂടാതെ തന്നെ നമ്മുടെ ഒരു യുവാവ് എങ്ങനെയാണ് ഒരു യുവതിയെ, ഒരു കന്യയെ വേൾക്കുന്നത്, അത് സ്വയംവരമായിട്ടാണ് ചിന്തിക്കുന്നത്. സ്ത്രീക്ക് പരമമായ സ്ഥാനം കൊടുത്തുകൊണ്ട് അവളുടെ ഇഷ്ടപ്രകാരം അവളുടെ ഇഷ്ടവരനെ സ്വീകരിക്കുവാനുള്ള ഒരു അവസരം കൂടി അവൾക്കുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയാണ് വന്നിരിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ ഇനി കൂടുതലും പറയാനുണ്ട്, പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ ഈ സീതാ സ്വയംവരം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ കർക്കിടകം 5-ാം തീയതി വീണ്ടും നമ്മൾ അടുത്ത ഒരു വിഷയവുമായിട്ട് വരും. നിങ്ങളുടെ സംശയങ്ങൾ എല്ലാ എപ്പിസോഡിലും ഞങ്ങൾ പറയുന്ന മാതിരി ഈ എപ്പിസോഡിൻ്റെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും രാമനാമത്തിൽ നമസ്കാരം.